ഹായ്, നമ്മൾ യു വി ഇങ്ക് കൊണ്ട് ടാറ്റു ചെയ്താൽ നമ്മുടെ സ്കിന്നിന് എന്ത് സംഭവിക്കും? സീനൊന്നുമില്ല. നമ്മൾ നന്നായി കെയർ ചെയ്തില്ലെങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുള്ളൂ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബ്ലാക്ക് ഇങ്കിന്റെ ടാറ്റുവിനേക്കാൾ കൂടുതൽ കളറിങ്ങുകൾ യൂസ് ചെയ്യുമ്പോഴേക്കും പലർക്കും ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസോ റിയാക്ഷൻസോ ഉണ്ടായി കാണും, ഇല്ലേ? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നോർമൽ ബ്ലാക്ക് ഇങ്കിനേക്കാളും കൂടുതൽ കളറിങ്ങുകൾക്ക് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ഹീലിംഗ് പീരീഡ് അത്യാവശ്യം ലോങ് ആവും. കുറച്ച് ടൈം അധികം എടുക്കും ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും നാളുകൾ നമ്മൾ കറക്റ്റായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസോ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അത് നോർമൽ കളറിങ്ങുകളായാൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ യു വി ഇങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളറിങ്ങിനേക്കാൾ ഒരുപാട് ഹൈ ലെവലാണ്, ഡെൻസിറ്റി കൂടുതലാണ്. മനസ്സിലായോ? അപ്പം അത്രയും ഒരുപാട് നാൾ നമുക്ക് ഈ മുറിവ് ഉണങ്ങാതെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് നോർമൽ ലൈഫല്ലേ, നമുക്കതൊന്നും നോക്കി എപ്പോഴും ഇരിക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഇപ്പം ഞാനായാൽ പോലും അറിയാം. അപ്പോൾ അത്രയും നാൾ ക്ലീൻ ആയിട്ട് കെയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഇങ്കുകൾ നമുക്ക് വില്ലനായി മാറണേ, ഇൻഫെക്ഷൻ ആകും എന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്യാനായിട്ട് പറ്റുന്ന ആൾക്കാർ മാത്രം ഡെൻസിറ്റി കൂടിയ ഇങ്കുകൾ കൊണ്ടിട്ട് ടാറ്റു ചെയ്യാൻ ശ്രമിക്കുക. ആർട്ടിസ്റ്റിനെ വെക്കിട്ട് പിന്നെ കെയർ ചെയ്തിട്ട് കാര്യമില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പകുതി നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ടാറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ കെയറിലാണ് എല്ലാം ഇരിക്കുന്നത്. കൂടുതലും പ്രോപ്പറായിട്ടും ഹൈജീനായിട്ട് ആർട്ടിസ്റ്റ് ടാറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഡേ ലൈറ്റിൽ ഒരുമാതിരി പൊട്ടിയ പോലെ ഇരിക്കും. ഒരു ടാറ്റു അടിച്ചിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പാട് പോലെയൊക്കെ ഉണ്ടാവും. അതേപോലെ ഇരിക്കും യു വി ഇങ്ക് വെച്ചിട്ട് ടാറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ. യു വി ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കാണാനും പറ്റത്തുള്ളൂ, യു വി ലൈറ്റിൽ മാത്രമേ അത് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ യു വി ഇങ്കിനെ ഭയപ്പെടണ്ട, ശ്രദ്ധിച്ചാൽ മാത്രം മതി.